കാർഷിക വാർത്തകൾ. റബ്ബർ കർഷകർക്ക് പ്രതീക്ഷയുടെ പുതിയ അധ്യായം തുറന്ന് റബ്ബർ വില സർവകാല റെക്കോർഡിൽ. RSS-4 ഗ്രേഡ് റബ്ബറിന് കിലോയ്ക്ക് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്ക് രേഖപ്പെടുത്തി. റബ്ബർ വില ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി. RSS-4 ഗ്രേഡ് റബ്ബറിന് കിലോയ്ക്ക് 272 രൂപയാണ് രേഖപ്പെടുത്തിയത്. 2011 ഏപ്രിൽ 5 രേഖപ്പെടുത്തിയ 243 രൂപ എന്ന ദീർഘകാല റെക്കോർഡും 2024 ഓഗസ്റ്റിൽ രേഖപ്പെടുത്തിയ 247 രൂപ എന്ന സമീപകാല റെക്കോർഡും ഇതോടെ പിന്നിലായി. ആഭ്യന്തര വിപണിയിലെ വിലക്കയറ്റത്തിന് പ്രധാന കാരണം അന്താരാഷ്ട്ര വിപണിയിലെ ശക്തമായ മുന്നേറ്റമാണ്. ബാങ്കോക്ക് റബ്ബർ മാർക്കറ്റിൽ വില 300 രൂപ കടന്നെങ്കിലും പിന്നീട് നേരിയ ഇടിവോടെ 292 രൂപ 74 പൈസയിലെത്തി. പ്രധാന റബ്ബർ ഉൽപ്പാദക രാജ്യങ്ങളായ തായ്ലൻഡ്, മലേഷ്യ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലെ ഉൽപ്പാദനക്കുറവ് വിപണിയെ ബാധിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളെ തുടർന്ന് ക്രൂഡ് ഓയിൽ വില ഉയർന്നതും സിന്തറ്റിക് റബ്ബർ ഉൽപ്പാദനം കുറയാൻ കാരണമായി. ഇതും സ്വാഭാവിക റബ്ബറിന്റെ ആവശ്യകത വർദ്ധിപ്പിച്ചു. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് റബ്ബർ ഉൽപ്പാദനത്തിലും കുറവുണ്ടായി. ഉൽപ്പാദിപ്പിക്കുന്ന റബ്ബറിന്റെ ഏകദേശം 40% ലാറ്റക്സ് മേഖലയിലേക്ക് മാറുന്നതും ഷീറ്റ് റബ്ബറിന്റെ ലഭ്യത കുറയ്ക്കുന്ന ഘടകമാണ്. അന്താരാഷ്ട്ര വിപണി വില ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. കേരളത്തിൽ റബ്ബർ വില കിലോയ്ക്ക് 300 രൂപ വരെ എത്തുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. ഈ വില വർധനവ് റബ്ബർ കർഷകർക്ക് വലിയ ആശ്വാസവും പ്രതീക്ഷയും നൽകുന്നതായി കർഷകർ പറയുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. വന്യമൃഗശല്യത്തിന് പ്രകൃതി സൗഹൃദ പരിഹാരം തേടി വനം വകുപ്പ്. കാട്ടാനയും കാട്ടുപന്നിയും അടക്കമുള്ള വന്യമൃഗങ്ങളെ അകറ്റി നിർത്താൻ വനഭൂമിയിൽ മഞ്ഞൾ കൃഷി പദ്ധതിക്ക് തുടക്കമായി. വന അതിർത്തി മേഖലകളിൽ മനുഷ്യ വന്യമൃഗ സംഘർഷം കുറയ്ക്കാൻ പുതിയ മാതൃകയുമായി വനം വകുപ്പ്. കാസർഗോഡ് റാണിപുരത്ത് 4 ഏക്കർ വനഭൂമിയിലാണ് മഞ്ഞൾ കൃഷി ആരംഭിച്ചിരിക്കുന്നത്. മഞ്ഞളിന്റെ ശക്തമായ ഗന്ധവും രുചിയും കാരണം കാട്ടാന, കാട്ടുപന്നി, മാൻ തുടങ്ങിയ വന്യമൃഗങ്ങൾ ഈ പ്രദേശങ്ങളിലേക്ക് കടക്കുന്നത് ഒഴിവാക്കുമെന്നാണ് വിലയിരുത്തൽ. ഇതിലൂടെ കൃഷിയിടങ്ങൾക്ക് ചുറ്റും സ്വാഭാവിക സംരക്ഷണ വലയം സൃഷ്ടിക്കാനാകും. റാണിപുരം വനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതി കർഷകർക്ക് അധിക വരുമാനവും നൽകും. ഔഷധ ഗുണമുള്ള മഞ്ഞളിന് വിപണിയിൽ സ്ഥിരമായ ആവശ്യകതയുള്ളതിനാൽ മികച്ച സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കുന്നു. പരീക്ഷണ പദ്ധതി വിജയിച്ചാൽ വയനാട്, ഇടുക്കി, പാലക്കാട്, നിലമ്പൂർ, കോന്നി തുടങ്ങിയ വനാതിർത്തി മേഖലകളിലേക്കും വ്യാപിപ്പിക്കാനാണ് വനവകുപ്പിന്റെ ആലോചന. മനുഷ്യനും വന്യജീവികളും സഹവർത്തിത്വത്തോടെ ജീവിക്കാനുള്ള പുതിയ മാതൃകയാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഭക്ഷ്യ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ച് ഇന്ത്യ. 1950കളിൽ ഭക്ഷ്യധാന്യ ഇറക്കുമതിയെ ആശ്രയിച്ചിരുന്ന ഇന്ത്യ ഇന്ന് റെക്കോർഡ് ഭക്ഷ്യ ഉൽപ്പാദനവും കാർഷിക കയറ്റുമതിയും കൈവരിച്ച രാജ്യമായി മാറിയെന്ന് DTCRI. ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചെന്ന് CTCRI ഡയറക്ടർ ഡോക്ടർ G. ബൈജു വ്യക്തമാക്കി. 1950-51 കാലഘട്ടത്തിൽ 5.08 കോടി ടണ്ണായിരുന്ന രാജ്യത്തിന്റെ ഭക്ഷ്യ ഉൽപാദനം 2025-26 37.65 കോടി ടണ്ണായി ഉയർന്നു. തോട്ടവിള ഉൽപാദനവും 37 കോടി ടൺ പിന്നിട്ടു. ഒരു കാലത്ത് ഭക്ഷ്യധാന്യ ഇറക്കുമതി ആശ്രയിച്ചിരുന്ന ഇന്ത്യ ഇന്ന് ലോകത്തിലെ പ്രധാന കാർഷിക ഉൽപാദക രാജ്യങ്ങളിലൊന്നായി മാറിയിരിക്കുന്നു. കാർഷിക കയറ്റുമതി 55,000 കോടി രൂപയിൽ നിന്ന് 4.3 ലക്ഷം കോടി രൂപയായി വർദ്ധിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. അരി കയറ്റുമതിയിൽ ഇന്ത്യ ലോകത്ത് 1ാം സ്ഥാനത്താണ്. ഉയർന്ന വിളവേകുന്ന ഇനങ്ങളുടെ വികസനം, ആധുനിക സാങ്കേതിക വിദ്യയുടെ പ്രയോജനം, കർഷകരുടെ പരിശ്രമം എന്നിവയാണ് ഈ നേട്ടത്തിന് പിന്നിലെ പ്രധാന ഘടകങ്ങളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.